ഇത് ഓർത്തോക്കെ ബ്രിഡ്ജാണ്. സംഭവം ഇന്ന് രാവിലെ ചായ അടിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ പോയ സ്ഥലമാണ്. പിന്നെ സാധാരണത്തെ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം 2 സൈഡിൽ 2 കേബിള്, അത് കഴിഞ്ഞിട്ട് പിന്നെ 2 കേബിൾ മേലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതേ ഉള്ളൂ. അടിയിൽ സെൻറ്ററിലൊന്നും സപ്പോർട്ട് കൊടുത്തില്ല, അതിന് പകരം മേലെ സപ്പോർട്ട് ഇടുന്നതേ ഉള്ളൂ. ഓരോരു സംഭവമായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കണ്ടപ്പം പിന്നെ അങ്ങനെ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. സാധാ ബ്രിഡ്ജ് നമ്മളെ പിന്നെ മറ്റേ ബാംഗ്ലൂരുണ്ട് ഇതിൻ്റെ കേബിൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു കൊല്ലം തന്നെ. പക്ഷെ ഇവർ ഭയങ്കര സംഭവമാക്കിയിട്ട് പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ടോപ്പാണ്, ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഈ സ്ഥലം എമിനൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണല്ലോ ഇസ്താംബുളിൽ. ഇതൊരു ഓൾഡ് പ്ലേസ് ആണ്, പഴയ സ്ഥലമാണെന്നൊക്കെ പറയുന്നത്. നമുക്കൊക്കെ കണക്ക് തന്നെയാണല്ലോ. ഞാൻ ഏതായാലും ആദ്യമായിട്ടായതുകൊണ്ട് പഴയതും പുതിയതൊക്കെ എനിക്കൊന്നായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഗൊത്താല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ സാധാരണത്തുള്ളൊരു ബ്രിഡ്ജിലപ്പുറമൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. ഇവരൊരു സംഭവമാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള പിന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇവർ കാണുന്നത് സംഭവം ആളെ പറ്റിക്കാനുള്ളതാണ്. പിന്നെ ഏഷ്യയിലും യൂറോപ്പും ഒരു പാലം കടന്നാൽ ഏഷ്യ ആകുമല്ലോ, ആ പാലത്തിൻ്റെ ബാക്കിലാണെങ്കിൽ യൂറോപ്പും. ഇതൊക്കെ ശരിക്കും ആളെ പറ്റിക്കുന്ന സംഭവമാണ്. രണ്ട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല സംഭവം. അതിൽ പിന്നെ ഏഷ്യയിലുള്ളൊരു പിന്നെ ഒരു ഷിപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്കൊന്നും തോന്നില്ല. ഇത് ഇസ്താംബുളിലുള്ള പഴയ ഇസ്കിദാർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ഇസ്കിദാർ എന്താണ്, ഇത് സാധാരണത്തെ ഒരു വീട് പോലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അതിലപ്പുറം ഒന്നും എനിക്ക് തോന്നുന്നില്ല. എന്താ സംഭവം എന്നറിയില്ല. ഇവലിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് സുൽത്താനാമത്ത് മോസ്ക് എന്ന് പറയും, അതായത് പള്ളി എന്നാണ് മലയാളത്തിൽ പറയും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മൊത്തം ബ്ലൂ ആണ്. ബ്ലൂ മോസ്ക് എന്ന് അറിയപ്പെടുന്നുണ്ട്. മൊത്തം നീല കളറിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. മാഷാ അല്ലാ. ഈ സ്ഥലം എന്ന് പറയുന്നത് സുൽത്താനാമിദ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പിന്നെ ഏതോ ഒരു എഴുത്തുകാരനുണ്ട് പോലും, ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് തന്നെ. മൂപ്പര് എഴുതിയ ഒരു സംഭവമാണെന്ന് പറഞ്ഞ്. പിന്നെ അയോസോഫിയ എന്നാണ് ഇതറിയപ്പെടുന്ന പോലെ. എന്തായാലും കുഴപ്പമില്ല. ടോപ്കപ്പ് പാലസ് എന്നാണ് ഈ പാലസിൻ്റെ പേര്. ഇതിപ്പം എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഒരു പാലസാണെന്ന് തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. സംഭവം കുറേ നേരമായി ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആണ് പോലും ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നേരമായി ഓരോരോ സ്ഥലങ്ങൾ. ഒന്നാമത്തെ പറഞ്ഞാൽ ഈ സ്ഥലങ്ങളൊന്നും വാഴ കിട്ടാത്ത ഓരോരോ പേരുകളാണ്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടത്. പിന്നെ വേറൊന്നുമില്ല, അതന്നെ ഒരു പ്രശ്നമായിട്ടുള്ളൂ.